ബുദ്ധഭഗവാനും ശിഷ്യന്മാരും ഒരു യാത്രയിലാണ്. പെട്ടെന്ന് ഒരപരിചിതൻ അപ്രതീക്ഷിതമായി ബുദ്ധനെ കുറേ അനാവശ്യം പറഞ്ഞു. ബുദ്ധനത് കേട്ട ഭാവം നടിക്കാതെ, മുഖത്തെ ശാന്തഭാവം ഒട്ടും കൈവിടാതെ തൻ്റെ യാത്ര തുടർന്നു. ശിഷ്യന്മാരിൽ പക്ഷേ അത് അസ്വസ്ഥത ഉളവാക്കി. ഏറെ ദൂരം പിന്നിട്ടപ്പോൾ ധൈര്യം സംഭരിച്ച് ഒരു ശിഷ്യൻ ബുദ്ധനോട് ചോദിച്ചു, അങ്ങയെ ഇത്രയേറെ പുലഭ്യം പറഞ്ഞിട്ടും അങ്ങെന്താ പ്രതികരിക്കാതിരുന്നത്? ശാന്തമായി ശിഷ്യന്മാരെ നോക്കി ബുദ്ധൻ ഇപ്രകാരം പറഞ്ഞു, ഈ ലോകം നമുക്ക് പലതും സമ്മാനിക്കും. അവയിൽ നമുക്ക് ആവശ്യമുള്ളത് മാത്രം നാം സ്വീകരിച്ചാൽ പോരെ. ആ അപരിചിതനായ വഴിപോക്കൻ തന്നത് എനിക്ക് ആവശ്യമുള്ളതായിരുന്നില്ല, അതുകൊണ്ട് ഞാനത് സ്വീകരിച്ചതുമില്ല. നിങ്ങൾക്ക് അത് ആവശ്യമില്ലാത്തതാണെങ്കിൽ ഉപേക്ഷിച്ചിരിക്കുക. ശിഷ്യന്മാർക്ക് ബുദ്ധൻ പറഞ്ഞതിൻ്റെ അർത്ഥം മനസ്സിലായി. അവർ പുഞ്ചിരിയോടെ അദ്ദേഹത്തെ അനുഗമിച്ചു. സോഷ്യൽ മീഡിയയിൽ ഇന്ന് യാതൊരു പരിചയവുമില്ലാത്ത ആളുകളെ രാഷ്ട്രീയത്തിൻ്റെയും മതത്തിൻ്റെയും അഭിപ്രായത്തിൻ്റെയും വ്യത്യാസത്തിൻ്റെ പേരിൽ മാത്രം അനാവശ്യമായി പുലഭ്യം പറയുന്നവരെ, തെറി അഭിഷേകം ചെയ്യുന്നവരെ കാണുമ്പോൾ എനിക്ക് ഈ ബുദ്ധൻ്റെയും ശിഷ്യന്മാരുടെയും കഥ ഓർമ്മ വരാറുണ്ട്. നമുക്ക് ബുദ്ധനുമാകാം, വഴിയരികിൽ നിന്ന് അനാവശ്യമായി തെറി അഭിഷേകം ചെയ്യുന്ന വഴിപോക്കനുമാകാം. ലൈഫ് ഈസ് എ ചോയ്സ്.